ഹലോ നമസ്കാരം, ഏവർക്കും ഐപ്രോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്നൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. GPCR എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ സെറ്റ് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു മേഖലയാണ് GPCR. പല ആളുകൾക്കും വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സെഗ്മെന്റ് കൂടിയാണ് GPCR എന്ന് പറയുന്ന നമ്മുടെ സെൽ ബയോളജിയിലെ സെൽ സിഗ്നലിംഗിന്റെ അകത്ത് വരുന്ന ഒരു സെഗ്മെന്റ് ആണ് GPCR. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ GPCRനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാൻ പറ്റണം. എന്താണ് GPCR? GPCRന്റെ ഫുൾ ഫോം ഒക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാം. GPCRന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ജി പ്രോട്ടീനുമായി കപ്പിൾ ചെയ്ത് കാണപ്പെടുന്ന റിസപ്റ്ററിനെയാണ് നമ്മൾ GPCR എന്ന് വിളിക്കുന്നത്. അതായത് GPCR എന്ന് പറയുന്ന റിസപ്റ്റർ ജി പ്രോട്ടീനുമായി കപ്പിൾ ചെയ്ത് അല്ലെങ്കിൽ തട്ടി നിൽക്കുന്ന റിസപ്റ്ററുകളാണ് ഏത് GPCR എന്ന് വിളിക്കുന്നത്. GPCR എന്ന് പറഞ്ഞാൽ they are the largest family of cell surface receptors. GPCR എന്ന് പറയുന്നത് സെല്ലിന്റെ സർഫസിലുള്ള റിസപ്റ്ററിന്റെ ലാർജസ്റ്റ് ഫാമിലിയാണ് GPCR എന്ന് പറയുന്നത്. അപ്പൊ GPCR എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി they are cell surface receptors. സുഹൃത്തുക്കളെ, നമ്മുടെ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കരുത് നമ്മുടെ സെല്ലിന്റെ പ്ലാസ്മ മെമ്പറൈന്റെ പുറത്ത് മാത്രം കാണുന്ന റിസപ്റ്റേഴ്സ് ആണ്. ഒരിക്കലുമല്ല. നമ്മുടെ സൈറ്റോസോളിൽ കാണുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ന്യൂക്ലിയർ മെമ്പറൈനിൽ കാണുന്ന ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ സെൽ സർഫസ് റിസപ്റ്റേഴ്സ് കാറ്റഗറിയിൽ വരുന്ന ലാർജസ്റ്റ് ഫാമിലി ആണ് ഏത്? നമ്മുടെ GPCR എന്ന് പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, GPCR ഫുൾ ഫോം ഓർത്ത് വയ്ക്കുക. ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഇത് സെൽ സർഫസ് റിസപ്റ്റേഴ്സിലെ ലാർജസ്റ്റ് ഫാമിലി ആണ് എന്നും കൂടി ഓർത്തുകൊള്ളുക. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നമ്മുടെ GPCR എന്ന് പറയുന്നത് ട്രാൻസ് മെമ്പറൈൻ റിസപ്റ്റർ ആണ്. സുഹൃത്തുക്കളെ, ട്രാൻസ് മെമ്പറൈൻ റിസപ്റ്റർ അതായത് ഇപ്പൊ ഞാനൊരു പ്ലാസ്മ മെമ്പറൈനെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഒരു ഡബിൾ മെമ്പറൈൻ ആയിട്ടുള്ള പ്ലാസ്മ മെമ്പറൈനെ ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ GPCR എന്ന് പറയുന്നത് ട്രാൻസ് മെമ്പറൈൻ ആയിട്ടുള്ള ഒന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലാസ്മ മെമ്പറൈനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു റിസപ്റ്റർ ആണ്. സുഹൃത്തുക്കളെ, 7 തവണയാണ് GPCR നമ്മുടെ പ്ലാസ്മ മെമ്പറൈനെ ക്രോസ് ചെയ്യുന്നത്. അതായത് ഒരു നീണ്ട ഒരു പ്രോട്ടീൻ എടുത്തിട്ട് നമ്മൾ 7 മടക്കുകളായിട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഒരു നീണ്ട ഒരു പ്രോട്ടീൻ എടുത്തിട്ട് 7 മടക്കുകളായിട്ട് നമ്മുടെ പ്ലാസ്മ മെമ്പറൈനിലേക്ക് ഇറക്കി വെക്കുന്നു. അങ്ങനെയാണ് നമ്മൾ GPCR എന്ന് വിളിക്കുന്നത്. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ഫോൾഡ് 2, 3, 4, 5, 6, 7. സുഹൃത്തുക്കളെ നോക്കിക്കോണേ. അപ്പൊ ഒരു നീണ്ട പ്രോട്ടീനെ നമ്മളിങ്ങനെ മടക്കുകളായി ഇതില് നമ്മുടെ പ്ലാസ്മ മെമ്പറൈനിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇങ്ങനെ 7 തവണ നമ്മുടെ പ്ലാസ്മ മെമ്പറൈനെ ക്രോസ് ചെയ്യുന്ന ആ പ്രധാനപ്പെട്ട ഒരു ഫാമിലി ഓഫ് പ്രോട്ടീൻസ് ആണ്, അല്ലെങ്കിൽ ഫാമിലി ഓഫ് റിസപ്റ്റേഴ്സ് ആണ് GPCR എന്ന് പറയുന്നത്. അപ്പൊ they are 7 transmembrane protein. എന്താണ്? they are 7 transmembrane protein. സുഹൃത്തുക്കളെ, 7 ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 7 പേരിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. 7 ഫോൾഡുകൾ ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് ഒറ്റ GPCRൽ ഏകദേശം 7 ഫോൾഡുകൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും ഇതിന്റെ അമിനോ ടെർമിനൽ അല്ലെങ്കിൽ എൻ ടെർമിനൽ ആണ് പുറത്ത് കാണുന്നത്. സൈറ്റോസോളിന്റെ ഉള്ളിൽ കാണുന്നത് അതിന്റെ C ടെർമിനൽ ആണ്, അല്ലെങ്കിൽ കാർബോക്സി ടെർമിനൽ ആണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, എൻ ടെർമിനൽ ആയിരിക്കും സ്വാഭാവികമായിട്ട് ഒരു ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുക. C ടെർമിനൽ എന്ന് പറയുന്നതാണ് ഇനി ഭാവിയിലുള്ള സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ഒക്കെ സാധ്യമാക്കുന്നത്. ഓക്കെ, അപ്പോ അതിലേക്ക് നമുക്ക് പോകാം. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് പോകാം. അപ്പൊ GPCRന്റെ പ്രധാനപ്പെട്ട ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ഇനി ഇവരെ GPCR എന്ന് വിളിക്കുന്നത്? അത് ഞാൻ പറഞ്ഞു, ജി പ്രോട്ടീനുമായി ലിങ്ക് ചെയ്ത് കാണപ്പെടുന്നതാണ്. 7 മടക്കുകൾ ഉള്ള ആളാണ്, ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ആണ് നമ്മുടെ GPCR. സുഹൃത്തുക്കളെ, GPCR നമ്മൾ വേറൊരു പേര് വിളിക്കും സർപ്പന്റൈൻ റിസപ്റ്റേഴ്സ്. സർപ്പന്റൈൻ റിസപ്റ്റേഴ്സ് എന്നും വിളിക്കുന്നത് GPCRനെ തന്നെയാണ്. സുഹൃത്തുക്കളെ, അപ്പോ 7 ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീന്, സർപ്പന്റൈൻ റിസപ്റ്റേഴ്സ്, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ എല്ലാം എന്താണ്? നമ്മുടെ GPCR തന്നെയാണ്. ഓക്കെ,
സുഹൃത്തുക്കളെ, ഇനി എന്താണ് ജി പ്രോട്ടീൻ? എന്താണ് ജി പ്രോട്ടീൻ? അതിലേക്ക് നമുക്ക് പോവുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ജി പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുവാനിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡുമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് കാണപ്പെടുന്ന പ്രോട്ടീനെയാണ് നമ്മൾ ജി പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. സുഹൃത്തുക്കളെ, ജി പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ ഇവിടെ എഴുതുകയാണ്. ജി പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗുവാനിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ, അല്ലെങ്കിൽ ഗുവാനിൻ ബൈൻഡിങ് പ്രോട്ടീനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ജി പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതായത് ജി പ്രോട്ടീന്റെ കൂടെ എപ്പോഴും ഒരു ഗുവാനിൻ റെസിഡ്യൂ ബൗണ്ട് ആയിട്ട് കാണപ്പെടുന്നു. അങ്ങനെയുള്ള ജി പ്രോട്ടീനുമായി ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്ന ആളാണ് ഏത്? GPCR റിസപ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി സുഹൃത്തുക്കളെ, ജി പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാറ്റഗറി ഓഫ് ജി പ്രോട്ടീൻസ് ഉണ്ട്. ഒന്നുകിൽ അവർ ട്രൈമറിക് ജി പ്രോട്ടീൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ മോണോമറിക് ജി പ്രോട്ടീൻസ് ആയിരിക്കും. അതായത് ഒന്നുകിൽ ഈ ജി പ്രോട്ടീൻ എന്ന് പറയുന്നത് 3 യൂണിറ്റുകൾ ചേർന്ന ട്രൈമറിക് ആയിട്ടുള്ള ജി പ്രോട്ടീൻ ആയിരിക്കും, അതല്ല എങ്കിൽ ഒരൊറ്റ പ്രോട്ടീൻ, ഒറ്റ യൂണിറ്റ് മാത്രമുള്ള മോണോമറിക് ജി പ്രോട്ടീൻസ് ആയിരിക്കും. സുഹൃത്തുക്കളെ, നമ്മുടെ GPCR എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ് എപ്പോഴും ലിങ്ക്ഡ് ആയിട്ട് കാണുന്നത് ട്രൈമറിക് ആയിട്ടുള്ള ജി പ്രോട്ടീൻസുമായിട്ടാണ്. GPCR ഏത് ജി പ്രോട്ടീനുമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് കാണുന്നു എന്ന് ചോദിച്ചാൽ ട്രൈമറിക് ജി പ്രോട്ടീൻസുമായിട്ടാണ് ലിങ്ക്ഡ് ആയിട്ട് കാണുന്നത്. നമ്മുടെ അല്ലാതെ വേറെ ടൈപ്പ് എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ വേറെ റിസപ്റ്ററുകളുണ്ട്. അവന്മാരാണ് മോണോമറിക് ജി പ്രോട്ടീനുമായിട്ടുള്ള ഒരു കോൺടാക്റ്റിൽ വരുന്നത്. GPCR ആണെങ്കിൽ എപ്പോഴും ട്രൈമറിക് ആയിട്ടുള്ള 3 യൂണിറ്റുകൾ ആയിട്ട് ചേർന്നിരിക്കുന്ന ആ ജി പ്രോട്ടീനുമായിട്ടായിരിക്കും ബൗണ്ട് ആയിട്ട് കാണപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? സുഹൃത്തുക്കളെ, ഇനി ഞാൻ അതിന്റെ ഡയഗ്രാം ഇവിടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കുക. നമ്മുടെ പ്ലാസ്മ മെമ്പറൈൻ ഞാൻ ഇങ്ങനെ വരച്ചു. 1, 2, 3, 4, 5, 6, 7 നമ്മുടെ ജി പ്രോട്ടീനെ ഞാൻ ഇവിടെ വരച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ GPCR. സുഹൃത്തുക്കളെ, ഈ GPCR ആരുമായിട്ടാണ് ലിങ്ക്ഡ് ആയിട്ട് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞേ? ജി പ്രോട്ടീനുമായിട്ടാണ്. GPCR ലിങ്ക്ഡ് ആയിട്ടുള്ള ജി പ്രോട്ടീൻ ട്രൈമറിക് അല്ലേ? ഇത് 3 സബ് യൂണിറ്റുകളാണുള്ളത്. സുഹൃത്തുക്കളെ, അതിനെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് ആൽഫ സബ് യൂണിറ്റ് ആണ്. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് ബീറ്റ സബ് യൂണിറ്റ് ആയിരിക്കുമല്ലോ. അടുത്തത് മൂന്നാമത്തെ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗാമ സബ് യൂണിറ്റ് ആണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ആൽഫ, ബീറ്റ, ഗാമ എന്നറിയപ്പെടുന്ന 3 യൂണിറ്റുകൾ ചേർന്നതാണ് നമ്മുടെ ട്രൈമറിക് ജി പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മളിനിപ്പോ മോണോമറിക്കിന്റെ കാര്യമല്ല പറയുന്നത്, കാരണം GPCR അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഇങ്ങനെ 3 എണ്ണത്തിലാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ 3 യൂണിറ്റുകളാൽ ചേർന്ന ജി പ്രോട്ടീനെയാണ്. സുഹൃത്തുക്കളെ, ഈ 3 എണ്ണത്തിനെ കൂടെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ജി പ്രോട്ടീൻ. ഇത് ഒറ്റ പ്രോട്ടീൻ ആണ്, പക്ഷെ അതിന് 3 യൂണിറ്റുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഒറ്റ പ്രോട്ടീൻ ആണ്, പക്ഷെ 3 യൂണിറ്റുകൾ ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ 3 യൂണിറ്റുകളിൽ ആൽഫയും ഗാമയും മാത്രമേ നമ്മുടെ പ്ലാസ്മ മെമ്പറൈനുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ളൂ. ബീറ്റ എന്ന് പറയുന്നത് ഗാമയായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. ഇവൻ തോ ആൽഫയുമായിട്ട് ലിങ്കേജ് വരുന്നുണ്ട് എങ്കിൽ പോലും ആൽഫയും ഗാമയും മാത്രമേ നമ്മുടെ പ്ലാസ്മ മെമ്പറൈനിൽ ലിങ്ക്ഡ് ആയിട്ടുള്ളൂ. ബീറ്റ എന്ന് പറയുന്നത് പ്ലാസ്മ മെമ്പറൈനിൽ ലിങ്ക്ഡ് അല്ല. ക്ലിയർ? അപ്പൊ ആൽഫ സബ് യൂണിറ്റ്, ഗാമ സബ് യൂണിറ്റ്, ഇത് രണ്ടുപേരും മാത്രമാണ് പ്ലാസ്മ മെമ്പറൈന്റെ ഇന്നർ ലീഫ്ലെറ്റിൽ ലിങ്ക്ഡ് ആയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? സുഹൃത്തുക്കളെ, ഇതിനെ ജി പ്രോട്ടീൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഗുവാനിൻ ബൈൻഡിങ് പ്രോട്ടീൻ ആണ് അല്ലെ. അതായത് ഇതിന്റെ ആൽഫ സബ് യൂണിറ്റിൽ എപ്പോഴും GDP എന്ന് പറയുന്ന ഒരാള് വന്ന് ബൗണ്ട് ആയിട്ടിരിക്കും. ഇതിന്റെ ആൽഫ സബ് യൂണിറ്റിൽ എപ്പോഴും GDP എന്ന് പറയുന്ന ഒരാള് വന്ന് ബൗണ്ട് ആയിട്ടിരിക്കും. ഇത് GDP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗുവാനോസിൻ ഡൈഫോസ്ഫേറ്റ്. അപ്പൊ ഗുവാനിൻ റെസിഡ്യൂ തന്നെയാണ് ഈ GDP എന്ന് പറയുന്നത്. ഇത്തരത്തിൽ GDPയുമായിട്ട് ഈ ജി പ്രോട്ടീൻ ലിങ്ക്ഡ് ആയിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ ജി പ്രോട്ടീൻ എന്ന പേര് വരാൻ കാരണം. ഈ ജി പ്രോട്ടീനുമായിട്ട് ലിങ്കേജ് ഉള്ള റിസപ്റ്റർ ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ GPCR എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് ഇനാക്റ്റീവ് സ്റ്റേജിലുള്ള ജി പ്രോട്ടീൻ ആണ്. GDP ആണ് ജി പ്രോട്ടീനുമായിട്ട് ബൗണ്ട് ആയിട്ടിരിക്കുന്നത് എങ്കിൽ ഇത് ഇനാക്റ്റീവ് ആണ്. അപ്പോ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? GDPക്ക് പകരം GTP വന്ന് ഇവിടെ ബൈൻഡ് ചെയ്താൽ അതിനർത്ഥം എന്താണ്? ഇത് ആക്ടിവേറ്റഡ് ആയി. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ജി പ്രോട്ടീന്റെ ഏത് യൂണിറ്റിലാണ് GDP വന്ന് ബൈൻഡ് ആയിട്ടിരിക്കുന്നത്?
അത് ആൽഫ യൂണിറ്റിലാണ്. ബീറ്റയിലല്ല, ഗാമയിലല്ല, ഇത് ആൽഫ യൂണിറ്റിലാണ് GDP വന്ന് ബൗണ്ട് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഒരു കാര്യം കൂടെ, നിങ്ങൾ വിചാരിക്കും എപ്പോഴും G പ്രോട്ടീൻ അല്ലെങ്കിൽ GPCR ഈ G പ്രോട്ടീനുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധവും. ചില കേസുകളിൽ G പ്രോട്ടീൻ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു ലിഗാൻഡ് വന്ന് GPCR ബൈൻഡ് ആയി മാറുമ്പോഴാണ് ചിലപ്പോൾ ഇവന്മാർ വന്ന് ഇതിലേക്ക് കോൺടാക്ട് ചെയ്യുന്നത്. ചില GPCRകൾ ഓൾറെഡി ഇതിൽ ബൗണ്ട് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതുമായിട്ട് G പ്രോട്ടീനുമായിട്ട് തട്ടിയില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ പല കാറ്റഗറികൾ ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തോളുക. ഇനി എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇതിന്റെ ഫംഗ്ഷൻ? എങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷൻ നടക്കുന്നത്? ഒരു ലിഗാൻഡ് വന്ന്, ഇതൊരു ലിഗാൻഡ് ആണ്, ലിഗാൻഡോ അല്ലെങ്കിൽ സിഗ്നൽ മോളിക്യൂൾസോ വന്ന് നമ്മുടെ GPCRുമായിട്ട് ബൗണ്ട് ആയി മാറി എന്നിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ അത് ബൈൻഡ് ചെയ്തു എന്നിരിക്കുക. ഓക്കെ, ഈ ബൈൻഡിങ്ങിന്റെ ഫലമായിട്ട് GPCR എന്ത് ചെയ്യുന്നു? നമ്മുടെ G പ്രോട്ടീനെ അതിന്റെ സിഗ്നൽ കൊടുക്കുന്നു. GPCR പറയാണ് G പ്രോട്ടീനെ എന്നെ ഒരുത്തം വന്ന് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ G പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? അപ്പൊ G പ്രോട്ടീൻ വിചാരിക്കും, ആഹാ എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ആക്ടിവേറ്റഡ് ആകാം എന്ന് G പ്രോട്ടീൻ വിചാരിക്കുകയും ഇതിലെ GDPക്ക് പകരം ഈ GDPയെ കളഞ്ഞിട്ട് GTP നേരെ നമ്മുടെ ആൽഫ സബ് യൂണിറ്റിലേക്ക് വന്ന് കയറുകയും ചെയ്യും. Which means if the G protein is linked with the GTP, it means it is an on signal. നമ്മുടെ GPCRലേക്ക് ഒരു ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ആദ്യം നടക്കുന്ന എന്താണ്? G പ്രോട്ടീനിലെ GDP മാറി അവിടെ GTP എന്ന് പറയുന്ന ആള് വരികയാണ്. അതിനർത്ഥം എന്താണ്? ഇത് സിഗ്നൽ ഓൺ ആയി കഴിഞ്ഞു, സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ഓൺ ആയി കഴിഞ്ഞു. ഇതിന്റെ ഫലമായിട്ട് എന്താ ചെയ്യുമെന്നറിയാമോ? ഇതിന്റെ ഫലമായിട്ട് ഈ 3 സബ് യൂണിറ്റിൽ ആൽഫ സബ് യൂണിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് മാറുകയാണ്, ബീറ്റ ആൻഡ് ഗാമ സബ് യൂണിറ്റ് ഒറ്റ യൂണിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറുകയാണ്. അതായത് ഇപ്പൊ GTP ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തില്ലേ, ഇനി ഞാൻ ആ G പ്രോട്ടീനെ മാത്രം ഇവിടെ വരയ്ക്കുക. സുഹൃത്തുക്കളെ, നമ്മുടെ ആൽഫ സബ് യൂണിറ്റിന്റെ കൂടെ ഇപ്പൊ ആരാണ് ഇരിക്കുന്നത്? GTP ആണ് ഇരിക്കുന്നത്, അല്ലെ? ആൽഫ സബ് യൂണിറ്റിന്റെ കൂടെ ഇപ്പൊ ആരാണ് ഇരിക്കുന്നത്? GTP ആണ് ഇരിക്കുന്നത്. എന്നാൽ ഈ ബീറ്റ സബ് യൂണിറ്റും ഗാമ സബ് യൂണിറ്റും കൂടി ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറിയിരിക്കുകയാണ്. അപ്പോ when the G protein is getting activated, the alpha subunit will dissociate from beta and gamma subunit. അപ്പൊ ബീറ്റ ആൻഡ് ഗാമ സബ് യൂണിറ്റ് ഒറ്റ യൂണിറ്റ് ആയിട്ടും ആൽഫ സബ് യൂണിറ്റ് മറ്റൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടുമാണ് ഇപ്പോ ഓൺ ആയിട്ട് സിഗ്നൽ വന്ന് വീഴുന്ന സമയത്ത്, ലിഗാൻഡിൽ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നത്. സുഹൃത്തുക്കളെ, ഈ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് GTP ആൽഫയിലോട്ട് വന്നാൽ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. GDPയുടെ ഇരിക്കുന്ന കേസിൽ ഇത് ഓഫ് സിഗ്നൽ ആണ്, അവരെ ഒന്നിച്ചു തന്നെയാണ് G പ്രോട്ടീൻ ഇരിക്കുന്നത്. അതേസമയം ഓൺ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ, ലിഗാൻഡ് വന്ന് GPCRൽ ബൗണ്ട് ആയി കഴിഞ്ഞാൽ അവിടെ GDPയെ മാറ്റി GTP വരികയും ഈ ട്രൈമറിക് G പ്രോട്ടീൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആൽഫ സബ് യൂണിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നു, ബീറ്റ ആൻഡ് ഗാമ സബ് യൂണിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നു. ഓക്കെ, അപ്പൊ ബീറ്റ ആൻഡ് ഗാമ സബ് യൂണിറ്റ് എപ്പോഴും ഒന്നിച്ചാണ് എന്ന് ഓർത്തോളുക. ബീറ്റ ഒരിക്കലും പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ബൗണ്ട് അല്ല എന്ന് കൂടി ഓർത്തോളുക. ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്, ഞാൻ ഒന്നും കൂടെ താഴേക്ക് വരച്ചു എന്നേ ഉള്ളൂ. സോ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓൺ സിഗ്നൽ എന്ന് പറയുന്നത്. എന്താണ്? ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓൺ സിഗ്നൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ, ഇനി എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ GPCR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ലിഗാൻഡുകളെ സ്വീകരിക്കുന്ന ആളുകളാണ്. ഇപ്പോ നമ്മുടെ ടേസ്റ്റിന്റെ റിസപ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന GPCR ആണ്, സ്മെല്ലിന്റെ റിസപ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന GPCR ആണ്, വിഷന്റെ ലൈറ്റിന്റെ റിസപ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന GPCR ആണ്. അപ്പോ അത്തരം ഫങ്ഷൻസ് ഉള്ള ആളുകളാണ്. അപ്പോ ഈ ഒരു G പ്രോട്ടീന്റെ ഡിസോസിയേഷന്റെ ഫലമായിട്ട് ഒരുപാട് ഇഫക്റ്റർ പ്രോട്ടീനുകളെ ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ ആൽഫ സബ് യൂണിറ്റ് എന്ന് പറയുന്ന ഈ ആള് ഇനി ഒരുപാട് ഇഫക്റ്റർ പ്രോട്ടീനുകളെ ആക്ടിവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് GPCRന്റെ ആക്ടിവേഷന്റെ ഫലമായി G പ്രോട്ടീൻ സ്പ്ലിറ്റ് ചെയ്യുകയും അതിന്റെ ഇഫക്റ്റ് ആയിട്ട് കുറെ പ്രോട്ടീനുകളെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണ്ടേ, താഴെയുള്ള പ്രോട്ടീനുകളെ. സുഹൃത്തെ, അത്തരത്തിൽ ഈ ഒരു സ്പ്ലിറ്റിങ്ങിന്റെ, ഈ ഒരു ഡിസോസിയേഷന്റെ ഇഫക്റ്റ് കിട്ടുന്ന പ്രോട്ടീനുകളാണ് ഇഫക്റ്റർ പ്രോട്ടീൻസ്. അതായത് ഇതിനു ശേഷം ആരെയാണ് ഇവന്മാർ ആക്ടിവേറ്റ് ചെയ്യുന്നത്? അവന്മാരെയാണ് നമ്മൾ ഇഫക്റ്റർ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അവന്മാരെയാണ് നമ്മൾ ഇഫക്റ്റർ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. ഒരുപാട് ഇഫക്റ്റർ പ്രോട്ടീനുകളുണ്ട് GPCR. കാരണം GPCR ഒരു വലിയൊരു ഫാമിലിയാണ്. നമ്മൾ അതിൽ 3 ഇഫക്റ്റർ പ്രോട്ടീനെ കുറിച്ചാണ് പഠിക്കുന്നത്. ക്ലിയർ ആയോ? ഏതാണ് സുഹൃത്തുക്കളെ ആ 3 ഇഫക്റ്റർ പ്രോട്ടീൻസ്? ഞാൻ അതിനെ ഇങ്ങോട്ടേക്ക് എഴുതുക. സുഹൃത്തുക്കളെ, ഒന്നാമത്തെ ഇഫക്റ്റർ പ്രോട്ടീന്റെ പേരാണ് അഡിനിലൈൽ സൈക്ലേസ്. ഒന്നാമത്തെ ഇഫക്റ്റർ പ്രോട്ടീന്റെ പേരാണ് അഡിനിലൈൽ സൈക്ലേസ്. മറന്നു പോരുത്,
അതായത് ഈ ജി പ്രോട്ടീൻ സ്പ്ലിറ്റിങ്ങിന്റെ ഫലമായി ആൽഫ സബ് യൂണിറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് അഡിനിലൈൽ സൈക്ലേസ്. ഓക്കെ, ഇനി എപ്പോഴും ഇവനെ തന്നെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ ആൽഫ സബ് യൂണിറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് വേറൊരാളെ ആയിരിക്കും. ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ. സുഹൃത്തുക്കളെ, ഈ GPCR ആക്ടിവേഷന്റെ ഫലമായിട്ട് അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഇഫക്റ്റർ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ എന്നാണ്. മൂന്നാമത്തത് നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് സൈക്ലിക് GMP ഫോസ്ഫോഡൈഎസ്റ്ററേസ്. സുഹൃത്തുക്കളെ, ഈ 3 ഇഫക്റ്റർ പ്രോട്ടീനുകളുടെ പേര് നിങ്ങൾ പഠിച്ചോണം. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ഇഫക്റ്റർ പ്രോട്ടീനുകൾ ഉണ്ട്. എല്ലാം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, കാരണം GPCR വലിയൊരു മേഖലയാണ്. എല്ലാം ഒന്നും നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ 3 എണ്ണത്തിന്റെ പേര് നിങ്ങൾ ഓർത്തോളുക. സിഗ്നൽ ആക്ടിവേഷന്റെ ഫലമായിട്ട് ജി പ്രോട്ടീൻ സ്പ്ലിറ്റ് ചെയ്യുന്നു, കാരണം GTP ആണ് ഇപ്പോൾ ആൽഫയിൽ വന്ന് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ആൽഫ സബ് യൂണിറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് പേരാണ്. ഒന്ന് അഡിനിലൈൽ സൈക്ലേസ്. ഇനി ചിലപ്പോ ഇത് ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് സൈക്ലിക് GMP ഫോസ്ഫോഡൈഎസ്റ്ററേസ് എന്ന് പറയുന്ന ഇഫക്റ്റർ പ്രോട്ടീനെ ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ ജി പ്രോട്ടീൻ എന്ന് പറയുന്ന ആളുകൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. ആ ഏത് ജി പ്രോട്ടീനെ ആണോ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിന്റെ ഫലമായിട്ടായിരിക്കും ഈ ഇഫക്റ്റർ പ്രോട്ടീനിൽ ആരെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോ അഡിനിലൈൽ സൈക്ലേസിനെ മാത്രം ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ജി പ്രോട്ടീൻ ഉണ്ട്. സുഹൃത്തുക്കളെ, ആ ജി പ്രോട്ടീനെ നമ്മൾ GS എന്നാണ് വിളിക്കുന്നത്. ജി എന്ന് എഴുതിയിട്ട് അടിയിൽ S, അതായത് സ്റ്റിമുലേറ്ററി എന്നൊരു അർത്ഥത്തിലാണ്. അഡിനിലൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ജി പ്രോട്ടീന്റെ ഒരു എക്സാമ്പിൾ ആണ് GS. ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ എന്ന് പറയുന്ന ആളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ജി പ്രോട്ടീന്റെ പേരാണ് GQ. സൈക്ലിക് GMP ഫോസ്ഫോഡൈഎസ്റ്ററേസ് എന്ന് പറയുന്ന ആളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ജി പ്രോട്ടീന്റെ പേരാണ് GT. സുഹൃത്തുക്കളെ, അപ്പൊ ഈ 3 ജി പ്രോട്ടീൻസ് പല ഉദാഹരണങ്ങളുണ്ട്. നമ്മളിത് 3 എണ്ണം പറയുന്നത് കൊണ്ട് മാത്രം ഇത് പറയുക. അപ്പൊ ഈ ഏത് റിസപ്റ്ററിനെ അല്ലെങ്കിൽ ഏത് ഇഫക്റ്റർ പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്യണം അത് തീരുമാനിക്കുന്നത് ഏത് ജി പ്രോട്ടീൻ ആണ് ഇവിടെ ആക്ടിവേറ്റഡ് ആയത് എന്നാണ്. GS എന്ന് പറയുന്നതാണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ഇഫക്റ്റർ പ്രോട്ടീൻ, അതിന്റെ ഇഫക്റ്റ് വരുന്നത് അഡിനിലൈൽ സൈക്ലേസിലായിരിക്കും. അതൊരു സെപ്പറേറ്റ് സിഗ്നൽ പാത്വേ ആണ്. GQ ആണ് ആക്ടിവേറ്റഡ് ആകുന്നത് എങ്കിൽ അതിന്റെ ഇഫക്റ്റർ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ ആണ്. അതൊരു സെപ്പറേറ്റ് പാത്വേ ആണ്. ഇനി GT ആണ് ആക്ടിവേറ്റഡ് ആകുന്നത് എങ്കിൽ അതിന്റെ ഇഫക്റ്റർ പ്രോട്ടീൻ എന്ന് പറയുന്നത് സൈക്ലിക് GMP ഫോസ്ഫോഡൈഎസ്റ്ററേസ് ആണ്. അത് മറ്റൊരു സെപ്പറേറ്റ് പാത്വേ ആണ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അപ്പൊ 3 സെപ്പറേറ്റ് പാത്വേകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 3 എണ്ണം മാത്രമൊന്നും അല്ല, ഒട്ടനവധി ടൈപ്പുകളുണ്ട്. പക്ഷെ നമ്മുടെ എക്സാമിന് നമ്മൾ ഈ 3 പാത്വേസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ 3 സെപ്പറേറ്റ് പാത്വേസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് പഠിക്കാം. ആദ്യമായി നമ്മൾ അഡിനിലൈൽ സൈക്ലേസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നോക്കാൻ പോകുന്നത്. അഡിനിലൈൽ സൈക്ലേസ്. അപ്പൊ ഇഫക്റ്റർ പ്രോട്ടീൻ അഡിനിലൈൽ സൈക്ലേസ് ആണ് വരുന്നത് എങ്കിൽ അഡിനിലൈൽ സൈക്ലേസ് ആണ് വരുന്നത് എങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ ഇനി നമ്മുടെ GPCR എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് ആയി ജി പ്രോട്ടീൻ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ ആ ഡയഗ്രാം ഇവിടെ വരയ്ക്കുകയാണ്. നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7 GPCR ആണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ആ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്ന ആൽഫ GTP, കാരണം GTP ആണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇവിടെ ബീറ്റ, ഗാമ, ഈ ഒരു അറേഞ്ച്മെന്റിലാണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അഡിനിലൈൽ സൈക്ലേസ് എന്ന് പറയുന്ന മോളിക്യൂൾ ആണ് ഇവന്റെ ഫലമായിട്ട് ആക്ടിവേറ്റഡ് ആകുന്നത് എങ്കിൽ, സുഹൃത്തുക്കളെ, അഡിനിലൈൽ സൈക്ലേസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ് മെംബ്രെയിൻ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് അഡിനിലൈൽ സൈക്ലേസ്. ഞാൻ AC എന്ന് എഴുതുകയാണ്. സുഹൃത്തുക്കളെ, അഡിനിലൈൽ സൈക്ലേസ് എന്ന പേര് വരുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, നമ്മുടെ സൈക്ലിക് ആയിട്ടുള്ള എന്തോ മെറ്റീരിയലിൽ ഉണ്ടാക്കുന്ന എൻസൈമാണ് അഡിനിലൈൽ സൈക്ലേസ്. അഡിനിലൈൽ സൈക്ലേസ് പ്ലാസ്മ മെംബ്രെയിനിൽ എംബഡഡ് ആയിട്ട് കാണുന്ന ഒരു എൻസൈമാണ്. സുഹൃത്തുക്കളെ, ഈ ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ അഡിനിലൈൽ സൈക്ലേസ് ആക്ടിവേറ്റഡ് ആവുകയും
അതിന്റെ ഫലമായി ATP എന്ന് പറയുന്നതിനെ കൺവെർട്ട് ചെയ്ത് സൈക്ലിക് AMP ഉണ്ടാക്കുകയും ചെയ്യും. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോണേ. അഡിനിലൈൽ സൈക്ലേസ് എന്ന് പറയുന്ന ഇഫക്റ്റർ പ്രോട്ടീന്റെ പ്രത്യേകത എന്താണ്? അഡിനിലൈൽ സൈക്ലേസ് എന്ന് പറയുന്ന ഇഫക്റ്റർ പ്രോട്ടീന്റെ പ്രത്യേകത എന്താണ് ഫ്രണ്ട്സ്? അഡിനിലൈൽ സൈക്ലേസ് എന്ന് പറഞ്ഞാൽ ATPയെ സൈക്ലിക് AMP ആക്കി മാറ്റും. അപ്പോ ഗുവാനിലിൽ സൈക്ലേസ് എന്തായിരിക്കും? തീർച്ചയായിട്ടും നമ്മുടെ സൈക്ലിക് GMP ഉണ്ടാക്കുന്നവനാണ് ഗുവാനിലിൽ സൈക്ലേസ്. അഡിനിലൈൽ സൈക്ലേസ് എന്ന് പറഞ്ഞാൽ ATPയെ കൺവേർട്ട് ചെയ്ത് സൈക്ലിക് AMP ആക്കി മാറ്റും. അപ്പൊ ഈ സൈക്ലിക് AMP ഉണ്ടാക്കുന്നവനായതുകൊണ്ടാണ് ഇതിനെ സൈക്ലേസ് എന്ന് വിളിക്കുന്നത്. അഡിനിനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് നമ്മുടെ ഇതിനെ അഡിനിലൈൽ സൈക്ലേസ് എന്ന് വിളിക്കുന്നത്. ഈ അഡിനിലൈൽ സൈക്ലേസിനെ അഡിനിലേറ്റ് സൈക്ലേസ് എന്നും വിളിക്കാം. ക്ലിയർ? അപ്പോ ആക്ടിവേറ്റഡ് ആയി, G പ്രോട്ടീൻ സ്പ്ലിറ്റ് ആയി, അതിന്റെ ഫലമായിട്ടുള്ള ആദ്യത്തെ എഫക്ട് ഈ പാത്വേയിൽ വന്നിരിക്കുന്നത് അഡിനിലൈൽ സൈക്ലേസിലാണ്. സുഹൃത്തുക്കളെ, ഇവിടെ സൈക്ലിക് AMP എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ സെക്കൻഡ് മെസഞ്ചർ. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ സെക്കൻഡ് മെസഞ്ചർ. നമ്മുടെ എക്സാമിന് ചോദിക്കും, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെക്കൻഡ് മെസഞ്ചർ? വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾസ് ക്യാൻ ആക്ട് ആസ് എ സെക്കൻഡ് മെസഞ്ചർ? സുഹൃത്തുക്കളെ, സൈക്ലിക് AMP എന്ന് പറഞ്ഞാൽ ഇനി താഴോട്ടുള്ള ആളുകളെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നവനാണ് സൈക്ലിക് AMP. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സെക്കൻഡ് മെസഞ്ചർ എന്ന് വിളിക്കുന്നത്. ഈ സൈക്ലിക് AMP ഇനി എന്താണ് ഫ്രണ്ട്സ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ സൈക്ലിക് AMP എന്ന് പറയുന്നത് അടുത്ത ഒരാളെ ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. സൈക്ലിക് AMP ഇനി ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്ന ആളാണ് പ്രോട്ടീൻ കൈനേസ് A. പ്രോട്ടീൻ കൈനേസ് A. ഇതിനെ നമുക്ക് PKA എന്ന് വിളിക്കാം. സുഹൃത്തുക്കളെ, പ്രോട്ടീൻ കൈനേസ് A എന്നറിയപ്പെടുന്ന സൈറ്റോസോളിൽ കാണുന്ന ഒരു എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ്? സൈക്ലിക് AMP. GPCR സിഗ്നൽ വന്നു, G പ്രോട്ടീൻ സ്പ്ലിറ്റ് ആയി, അഡിനിലൈൽ സൈക്ലേസ് ആക്ടിവേറ്റ് ചെയ്ത് ATPയെ കൺവേർട്ട് ചെയ്ത് സൈക്ലിക് AMP ആക്കി. സൈക്ലിക് AMP സെക്കൻഡ് മെസഞ്ചർ ആണ്. അവൻ നേരെ താഴോട്ട് നിന്ന് നമ്മുടെ സൈറ്റോസോളിൽ കിടക്കുന്ന പ്രോട്ടീൻ കൈനേസ് A എന്ന് പറയുന്നവനെ ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പ്രോട്ടീൻ കൈനേസ് A എന്ന് പറയുന്നത് ഇപ്പോ ഒരു 4 സബ് യൂണിറ്റുകളായിട്ട് കാണുന്ന ഒരാളാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ സൈക്ലിക് AMP വന്ന് ഈ 2 റെഗുലേറ്ററി സബ് യൂണിറ്റിൽ വന്ന് ആക്ടിവേറ്റ് ചെയ്യുകയും അതിന്റെ ഫലമായി ഈ 4 എണ്ണം സ്പ്ലിറ്റ് ചെയ്ത് ഇതിലെ 2 എണ്ണം കാറ്റലിറ്റിക് ആയിട്ടുള്ള സൈക്ലിക് PKAയുടെ കാറ്റലിറ്റിക് സബ് യൂണിറ്റുകളായിട്ട് ഇത് 1 2 സ്പ്ലിറ്റ് ചെയ്ത് മാറുകയും ചെയ്യും. അപ്പൊ 4 സബ് യൂണിറ്റുകളായിട്ട് ഇരിക്കുന്ന PKA അതിലെ 2 റെഗുലേറ്ററി സബ് യൂണിറ്റിൽ വന്ന് സൈക്ലിക് AMP ബൈൻഡ് ചെയ്യുകയും അതിന്റെ ഫലമായി ബാക്കി കിടക്കുന്ന 2 കാറ്റലിറ്റിക് സബ് യൂണിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് മാറുകയും ചെയ്യും. ഇത് കാറ്റലിറ്റിക് സബ് യൂണിറ്റ് ആണ്. ആരുടെ കാറ്റലിറ്റിക് സബ് യൂണിറ്റ് ആണ്? പ്രോട്ടീൻ കൈനേസ് Aയുടെ കാറ്റലിറ്റിക് സബ് യൂണിറ്റ് ആണ്. സുഹൃത്തുക്കളെ, ഈ പ്രോട്ടീൻ കൈനേസ് Aക്ക് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. ഇവൻ കൈനേസ് ആണല്ലോ. കൈനേസ് എന്ന് പറഞ്ഞാൽ ATPയിൽ നിന്നുള്ള ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ സബ്സ്ട്രേറ്റിലോട്ട് ആഡ് ചെയ്യുന്നവനാണ് കൈനേസ്. ഓക്കെ, അപ്പോ ഈ പ്രോട്ടീൻ കൈനേസ് A സൈറ്റോസോളിൽ ഒരുപാട് ആളുകളെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു. അത് കൂടാതെ ഈ കാറ്റലിറ്റിക് സബ് യൂണിറ്റ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം സൈക്ലിക് AMP ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൈക്ലിക് AMPയുടെ റെഗുലേറ്ററി സബ് യൂണിറ്റിൽ ബൈൻഡ് ചെയ്ത് കാറ്റലിറ്റിക് സബ് യൂണിറ്റിനെ ഫ്രീ ആക്കി ഇവൻ ഇനി ആക്ടിവേറ്റഡ് ആയി നിൽക്കുക. ഈ പ്രോട്ടീൻ കൈനേസ് A, ഇത് PKA ആണെന്ന് കൂടെ ഞാനിവിടെ എഴുതിയിരിക്കുക. ഓക്കെ, ഇത് ഞാൻ വാക്ക് എഴുതിയതാണ്, ഇത് ഞാൻ ആ ഡയഗ്രാം വരച്ചതാണ്. സുഹൃത്തുക്കളെ, ഈ പ്രോട്ടീൻ കൈനേസ് A എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മുടെ ന്യൂക്ലിയസിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കുക. നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആളിങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഈ പ്രോട്ടീൻ കൈനേസ് A എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ അകത്തോട്ട് കടക്കുകയും ന്യൂക്ലിയസിന്റെ അകത്തോട്ട് കടന്ന് ഇവൻ ബൈൻഡ് ചെയ്യുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഉണ്ട്. ആ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിന്റെ പേരാണ് ക്രബ്. സുഹൃത്തുക്കളെ, ക്രബ് എന്ന് പറയുന്ന ഒന്ന് എന്താണ്? സുഹൃത്തുക്കളെ, ക്രബ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം, ക്രബ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. സുഹൃത്തുക്കളെ, ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുക. ക്രബ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. ക്രബ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ജീൻസിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോ ഈ ക്രബ് എന്ന് പറയുന്നത് ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സൈക്ലിക് AMP റെസ്പോൺസ് എലമെന്റ് ബൈൻഡിങ് ഫാക്ടർ എന്നോ ബൈൻഡിങ് പ്രോട്ടീൻ എന്നോ വിളിക്കാം. സൈക്ലിക് AMP റെസ്പോൺസ് എലമെന്റ് ബൈൻഡിങ് പ്രോട്ടീൻ. ഓക്കെ, എന്താണെന്ന് ഇപ്പൊ ഞാൻ പറയാം. സുഹൃത്തുക്കളെ, ഈ സ്ക്രബ് എന്ന് പറയുന്ന ആൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതിന്റെ അകത്ത് DNA ഉണ്ടല്ലോ.
ഈ DNA ഒരു ചെറിയൊരു സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസിന്റെ പേരാണ് CRE. CRE എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സൈക്ലിക് AMP റെസ്പോൺസ് എലമെന്റ്. CRE എന്ന് പറഞ്ഞാൽ സൈക്ലിക് AMP റെസ്പോൺസ് എലമെന്റ്. അതായത് സെല്ലിൽ സൈക്ലിക് AMPയുടെ അളവ് കൂടുമ്പോൾ DNA ഏത് ഭാഗത്താണ് അതിന്റെ ഇമ്പാക്ട് വരുന്നത്, അതിനെയാണ് CRE അല്ലെങ്കിൽ സൈക്ലിക് AMP റെസ്പോൺസ് എലമെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ സൈക്ലിക് AMP റെസ്പോൺസ് എലമെന്റിൽ ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് സൈക്ലിക് AMP റെസ്പോൺസ് എലമെന്റ് ബൈൻഡിങ് പ്രോട്ടീൻ. സിമ്പിൾ സംഗതിയാണ് കേട്ടോ. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഗതികളാണ്. ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മളോട് പറയുന്നത്. എന്താണ്? ലിഗാൻഡ് വന്ന് GPCRൽ ബൈൻഡ് ആയിട്ട് മാറി, അതിനുശേഷം G പ്രോട്ടീൻ സ്പ്ലിറ്റ് ചെയ്തു, നമ്മുടെ അഡിനിലൈൽ സൈക്ലേസ് ആക്ടിവേറ്റ് ചെയ്തു, ATP കൺവേർട്ട് ചെയ്ത് സൈക്ലിക് AMP ആക്കി മാറ്റി. സൈക്ലിക് AMP പ്രോട്ടീൻ കൈനേസ് A ആക്ടിവേറ്റ് ചെയ്തു, അതിന്റെ കാറ്റലിറ്റിക് സബ്യൂണിറ്റിനെ അത് ഫ്രീ ആക്കി. പ്രോട്ടീൻ കൈനേസ് A നേരെ നമ്മുടെ ന്യൂക്ലിയസിലോട്ട് കയറി സൈക്ലിക് AMP റെസ്പോൺസ് എലമെന്റ് ബൈൻഡിങ് പ്രോട്ടീനിൽ വന്ന് ആക്ട് ചെയ്തിരിക്കുകയാണ്. ഇവൻ എന്ത് ചെയ്യുന്നു? ഇവൻ നേരെ നമ്മുടെ CRE സൈക്ലിക് AMP റെസ്പോൺസ് എലമെന്റ് എന്ന് പറയുന്ന DNA സീക്വൻസിൽ വന്ന് അറ്റാച്ച് ചെയ്യുകയും ബൈൻഡ് ചെയ്യുകയും അത് ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഒരു സിഗ്നല് GPCRൽ ഒരു സിഗ്നൽ കിട്ടിയതിന്റെ ഇഫക്റ്റ് എവിടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ DNA വന്നിരിക്കുന്നത്. GPCRൽ ഒരു സിഗ്നൽ വന്ന് ബൈൻഡ് ചെയ്തപ്പോൾ നമ്മുടെ DNA ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റഡ് ആയി. അപ്പൊ ഇതിനെയാണ് നമ്മുടെ അഡിനിലൈൽ സൈക്ലേസ് പാത്വേ എന്ന് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അഡിനിലൈൽ സൈക്ലേസ് ഇഫക്റ്റർ പ്രോട്ടീൻ ആയിട്ട് വരുന്ന ഒരു പാത്വേ ആണ് നമ്മൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എന്താണ് CRE? സൈക്ലിക് AMP ഇവിടെ കൂടുതലായതുകൊണ്ട് ഏത് മേഖലയിലാണ് അതിന്റെ ഇമ്പാക്ട് വരുന്നത്? DNAയിൽ. ആ മേഖലയെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് AMP റെസ്പോൺസ് എലമെന്റ്. ഇതിനെ വന്ന് ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീന്റെ പേരാണ് ക്രബ്, സൈക്ലിക് AMP റെസ്പോൺസ് എലമെന്റ് ബൈൻഡിങ് പ്രോട്ടീൻ. സിമ്പിൾ. ഈ ക്രബിനെ വന്ന് ബൈൻഡ് ചെയ്യുന്ന ആരാണ്? പ്രോട്ടീൻ കൈനേസ് A. പ്രോട്ടീൻ കൈനേസ് A ആക്ടിവേറ്റ് ചെയ്യുന്ന ആരാണ്? സൈക്ലിക് AMP. സൈക്ലിക് AMP ആക്ടിവേറ്റ് ചെയ്യുന്ന ആരാണ്? അഡിനിലൈൽ സൈക്ലേസ്. ആ പാത്വേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ അതിനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇവിടെ എഴുതുകയാണ്. ലിഗാൻഡ് വന്ന് GPCRൽ ബൈൻഡ് ചെയ്തു അല്ലെ? GPCRൽ ബൈൻഡ് ചെയ്തു, അത് G പ്രോട്ടീൻ എന്ന് പറയുന്നതിനെ ആക്ടിവേറ്റഡ് ആക്കി. സുഹൃത്തുക്കളെ, ഇവിടുത്തെ G പ്രോട്ടീൻ ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു അഡിനിലൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന G പ്രോട്ടീൻ എന്ന് പറയുന്നത് G പ്രോട്ടീൻ S ആണ് കേട്ടോ. GS എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അത് പഠിച്ചു വെച്ചോണം. GS ആണ്. ഓക്കെ. GSന്റെ ഫലമായിട്ട്, ഇത് സ്പ്ലിറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് അഡിനിലൈൽ സൈക്ലേസിനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്തത്. AC, അഡിനിലൈൽ സൈക്ലേസ്. സുഹൃത്തുക്കളെ, അഡിനിലൈൽ സൈക്ലേസ് എന്താണ് ചെയ്യുന്നത്? അത് സൈക്ലിക് AMPയുടെ അളവ് കൂട്ടി. സൈക്ലിക് AMP എന്ത് ചെയ്തു ഫ്രണ്ട്സ്? അത് പ്രോട്ടീൻ കൈനേസ് Aയുടെ ആക്ടിവേഷനിലേക്ക് നയിച്ചു. പ്രോട്ടീൻ കൈനേസ് A എന്താണ് ചെയ്തത്? അത് ക്രബ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന ആളിലേക്ക് വന്ന് ബൈൻഡ് ചെയ്തു. സുഹൃത്തുക്കളെ, ക്രബ് പ്രോട്ടീൻ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണെന്ന് ഓർത്തോളുക. കാരണം ക്രബ് പ്രോട്ടീൻ വന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ക്രബ് അല്ലെങ്കിൽ CRE എന്ന് പറയുന്ന സൈക്ലിക് AMP റെസ്പോൺസ് എലമെന്റ് എന്ന് പറയുന്ന DNAയിലെ ഒരു ഭാഗത്തിലാണ്. ഇതിന്റെ ഫലമായിട്ട് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീനുകളുടെ ട്രാൻസ്ക്രിപ്ഷൻ ഓൺ ആകുന്നു, ആക്ടിവേറ്റഡ് ആകുന്നു. അപ്പൊ GPCRൽ ഒരാൾ വന്ന് ലിഗാൻഡ് ബൈൻഡ് ചെയ്തതിന്റെ എഫക്ട് നമ്മുടെ DNA-യിൽ കിട്ടിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ പാത്വേ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് നമ്മുടെ അഡിനിലൈൽ സൈക്ലേസ് ഇഫക്റ്റർ പ്രോട്ടീൻ ആയിട്ട് വരുന്ന പാത്വേ ആണ്. അഡിനിലൈൽ സൈക്ലേസിനെ ബാധിക്കുന്ന ആ G പ്രോട്ടീൻ ഏതാണ്? അത് GS പ്രോട്ടീൻ ആണ് എന്ന് കൂടി നിങ്ങളൊന്ന് ഓർത്തോണം കേട്ടോ. ക്ലിയർ ആയല്ലോ ഫ്രണ്ട്സ്? അപ്പൊ അഡിനിലൈൽ സൈക്ലേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇഫക്റ്റർ പ്രോട്ടീനിലേക്ക് പോയാലോ? അതാണ് ഫോസ്ഫോലിപ്പേസ് C ബീറ്റ എന്ന് പറയുന്ന ഇഫക്റ്റർ പ്രോട്ടീൻ. ഫോസ്ഫോലിപ്പേസ് C ബീറ്റ എന്നാണ് ഇതിന്റെ പേര്. ഈ ഇഫക്റ്റർ പ്രോട്ടീന്റെ പേരാണ് ഫോസ്ഫോലിപ്പേസ് C ബീറ്റ. സുഹൃത്തുക്കളെ, ഒരുപാട് ഇഫക്റ്റർ പ്രോട്ടീൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഫോസ്ഫോലിപ്പേസ് C ബീറ്റ. ഫോസ്ഫോലിപ്പേസ് എന്ന് പറയുന്നത് തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഫോസ്ഫോലിപ്പേസ് C ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറി ഉണ്ട്. നമ്മൾ അതിനെ ബീറ്റ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇവിടെ തൽക്കാലം എടുക്കുന്നത് കേട്ടോ. എല്ലാം ഒന്നും നമുക്ക് പഠിച്ച് കവർ ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ഓർത്തു കൊടുക്കാം. ഓക്കെ. വീണ്ടും നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ വരയ്ക്കുന്നു. സുഹൃത്തുക്കളെ, പ്ലാസ്മ മെംബ്രെയിൻ വീണ്ടും ഞാൻ ഇവിടെ വരച്ചിരിക്കുകയാണ്. ഓക്കെ. GPCR വരയ്ക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7. സുഹൃത്തുക്കളെ, ഇവിടെ ലിഗാൻഡ് വന്ന് ബൗണ്ടായി. ഇവിടെ ഓൾറെഡി നമ്മുടെ അതിന്റെ ഫലമായിട്ട് ആൽഫ എന്ന് പറയുന്നത് ഇവിടെ GTP ആയിട്ട് ബൗണ്ട് ആയിട്ടിരിക്കുന്നു.
ഇത് ബീറ്റയാണ്, ഇവിടെ എന്താണ് ഗാമയാണ്, ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇത് നേരത്തെ നമ്മൾ കണ്ടത് അഡിനൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന. ഇനി ഇതിന്റെ സ്പ്ലിറ്റിങ്ങിന്റെ ഫലമായി ഈ ജി പ്രോട്ടീന്റെ ആൽഫ സബ് യൂണിറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഫോസ്ഫോലിപ്പേസ് സി ബീറ്റയാണ് എങ്കിൽ സുഹൃത്തെ അതും ഒരു പ്ലാസ്മ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ, PLC ബീറ്റ എന്ന് ഞാൻ എഴുതുകയാണ് എഴുതാനുള്ള എളുപ്പത്തിന്. ഷോർട്ട് ഫോം അങ്ങനെയാണ്, ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ. സുഹൃത്തുക്കളെ ഫോസ്ഫോലിപ്പേസ് സി ബീറ്റയാണ് ഇനി ഈ ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് എന്താണ് സുഹൃത്തുക്കളെ ഇനി ചെയ്യാൻ പോകുന്നത്? ഈ ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ എന്ന് പറയുന്നത് നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ബൗണ്ട് ആയിട്ടിരിക്കുന്ന വേറൊരാളെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫോസ്ഫോലിപ്പേസ് അല്ലേ, എൻസൈം ആണ്, ഇവന്മാർ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആരെയാണ് ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സ്? അവൻ സ്പ്ലിറ്റ് ചെയ്യുന്ന ആളുടെ പേരാണ് PIP2. ഇവൻ സ്പ്ലിറ്റ് ചെയ്യുന്ന ആളുടെ പേരാണ് PIP2. നമ്മുടെ എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് സുഹൃത്തുക്കളെ. PIP2 എന്ന് പറഞ്ഞാൽ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ 4,5 ബിസ്ഫോസ്ഫേറ്റ്. സുഹൃത്തുക്കളെ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ 4,5 ബിസ്ഫോസ്ഫേറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ 4,5 ബിസ്ഫോസ്ഫേറ്റ്, ഇതാണ് PIP2. സുഹൃത്തുക്കളെ ആക്ടിവേറ്റഡ് ആണ് GPCR. ജി പ്രോട്ടീൻ സ്പ്ലിറ്റ് ആയി. ഇതിന്റെ ഫലമായിട്ട് ഫോസ്ഫോലിപ്പേസ് ബീറ്റയെ ഇവന്മാരെ ആക്ടിവേറ്റ് ചെയ്തു. ഇവന്മാരെന്ത് ചെയ്തു? PIP2 ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ 4,5 ബിസ്ഫോസ്ഫേറ്റിനെ മുറിക്കാൻ പോവുകയാണ്, ക്ലീവ് ചെയ്യാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ PIP2 എന്ന് പറയുന്നതിനെ ക്ലീവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മോളിക്യൂളുകളാണ് കിട്ടുന്നത്. ഒന്നാമത്തെ മോളിക്യൂളാണ് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട് തന്നെയുള്ള DAG എന്ന് വിളിക്കുന്ന മോളിക്യൂൾ. ഓക്കെ. രണ്ടാമത് PIP2 നിന്നുണ്ടാകുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ് IP3. ഓക്കെ, IP3. സുഹൃത്തുക്കളെ ഒന്ന് PIP2നെ ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് മെംബ്രെയിനിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള DAG എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകുന്നു, രണ്ട് ഫ്രീ ആയിട്ടുള്ള IP3 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകുന്നു. അപ്പൊ സുഹൃത്തുക്കളെ DAGയുടെ ഫുൾ ഫോം നമുക്ക് പഠിക്കണമല്ലോ. DAGയുടെ ഫുൾ ഫോം ആണ് ഡൈഅസൈൽ ഗ്ലിസറോൾ. അപ്പൊ IP3യുടെ ഫുൾ ഫോം എന്താണ് ഫ്രണ്ട്സ്? IP3യുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ്. ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ്, അതിനെയാണ് IP3 എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ ഇത് പലപ്പോഴും നമ്മുടെ എക്സാമിന് ഈ നമ്പറൊക്കെ മാറ്റിച്ചു തരും. കാരണം ചിലപ്പോൾ 2,4,5 ട്രൈഫോസ്ഫേറ്റ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. 1,4,5 ട്രൈഫോസ്ഫേറ്റ് ആണ്. അതായത് ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ 4,5 ബിസ്ഫോസ്ഫേറ്റിനെ ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് മെംബ്രെയിനിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡൈഅസൈൽ ഗ്ലിസറോൾ DAG, രണ്ട് ഫ്രീ ആയിട്ടുള്ള IP3 ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ്. സുഹൃത്തുക്കളെ ഇത് രണ്ടും സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ്. DAGയും IP3യും നമ്മൾ നേരത്തെ കണ്ട സൈക്ലിക് AMP പോലെ തന്നെ ഇത് രണ്ടും സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ്. പക്ഷെ DAG എന്ന് പറയുന്നത് മെംബ്രെയിനിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് കാണുന്നു എന്നും കൂടി ഓർത്തോളുക. ഈ IP3 ഇനി എന്താണ് ഫ്രണ്ട്സ് ചെയ്യാൻ പോകുന്നത്? സുഹൃത്തുക്കളെ ഈ IP3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ന്യൂക്ലിയസുമായിട്ട് കണ്ടിന്യൂവൽ ആയിട്ടുള്ള ഒരു ലെയറിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ടാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നത് അല്ലെ. ഈ IP3 എന്ത് ചെയ്യുന്ന പറയുമ്പോൾ നേരെ ചെന്ന് ഇവിടുത്തെ കാൽഷ്യം ചാനലുകളെ ഓപ്പൺ ചെയ്യും. IP3 എന്ന് പറയുന്നത് നേരെ വന്ന് ഇവിടുത്തെ കാൽഷ്യം ചാനൽസിനെ എന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്യുന്നു. സുഹൃത്തുക്കളെ ഇതിന്റെ ഫലമായി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അകത്ത് കിടക്കുന്ന കാൽഷ്യം എന്ന് പറയുന്നത് വെളിയിലേക്ക് വരുന്നു. ഇപ്പോ സൈറ്റോസോൾ മുഴുവൻ കാൽഷ്യമാണ്. സുഹൃത്തുക്കളെ ഈ കാൽഷ്യം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ കാൽഷ്യം എന്ന് പറയുന്നത് മറ്റൊരു ആളെ ഇനി ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ കാൽഷ്യം എന്ന് പറയുന്നത് ഇനി ആക്ടിവേറ്റ് ചെയ്യുന്ന വേറെ കുറെ ആളുകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് അടുത്തതായിട്ട് ആക്ടിവേറ്റഡ് ആയിട്ട് വരുന്ന ആളാണ് പ്രോട്ടീൻ കൈനേസ് C.
നമ്മൾ നേരത്തെ പ്രോട്ടീൻ കൈനേസ് എ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇനി ആക്ടിവേറ്റഡ് ആയിട്ട് വരുന്ന ഒരാളാണ് പ്രോട്ടീൻ കൈനേസ് സി. നേരത്തെ നമ്മൾ പ്രോട്ടീൻ കൈനേസ് എ ആയിരുന്നു പറഞ്ഞത്, ഇപ്പൊ നമ്മൾ പറയുന്നു പ്രോട്ടീൻ കൈനേസ് സി. സുഹൃത്തുക്കളെ, എന്നിട്ട് ഈ കാൽഷ്യവും ഈ പ്രോട്ടീൻ കൈനേസ് സിയും ഈ DAG എല്ലാം കൂടി ചേർന്ന് ഇതെല്ലാം കൂടെ ഇവിടെ മുകളിലേക്ക് വരും. ഇവന്മാരെല്ലാരും കൂടെ ചേർന്ന് അടുത്ത സിഗ്നൽ ട്രാൻസ്മിഷൻ വീണ്ടും താഴേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. നമ്മളത് ഇവിടം വരെ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന ആളുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. സുഹൃത്തുക്കളെ, നമ്മുടെ GPCRനെ ലിഗാൻഡ് വെച്ച് ആക്ടിവേറ്റ് ചെയ്തു, ജി പ്രോട്ടീൻ സ്പ്ലിറ്റ് ആയി, ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ ആക്ടിവേറ്റഡ് ആയി. ഇത് PIP2നെ സ്പ്ലിറ്റ് ചെയ്ത് DAGയും IP3യും ആക്കുന്നു. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. DAG ആണോ IP3 ആണോ മെംബ്രൈൻ ബൗണ്ട് ആയിട്ടുള്ളതെന്ന് ചോദിക്കും. DAG ആണ് മെംബ്രൈൻ ബൗണ്ട്, IP3 ഫ്രീ ആണ്. IP3 എന്ത് ചെയ്യും? നേരെ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ കാൽഷ്യം ചാനലിനെ വന്ന് ഓപ്പൺ ചെയ്യും. ഇതിന്റെ ഫലമായി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ കാൽഷ്യം മൊത്തം സൈറ്റോസോളിലേക്ക് വരികയാണ്. സുഹൃത്തുക്കളെ, സൈറ്റോസോളിൽ ഈ കാൽഷ്യം മൊത്തം വരികയും അത് പ്രോട്ടീൻ കൈനേസ് സിയെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഈ കാൽഷ്യവും നമ്മുടെ ഈ പ്രോട്ടീൻ കൈനേസ് സിയും എല്ലാം കൂടെ നമ്മുടെ DAGയുമായിട്ട് വന്ന് ബൗണ്ട് ആവുകയും അവന്മാര് അടുത്ത ഡൗൺ സിഗ്നലിങ്ങിന്റെ മറ്റു കാര്യങ്ങൾ മറ്റു ആളുകളെയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. പ്രോട്ടീൻ കൈനേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം, ഇനി അടുത്തത് ആളുകളെ അടുത്തത് കൈനേസ് ആക്കി ഫോസ്ഫോറിലേറ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മുടെ ഈ ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ ഇഫക്റ്റർ പ്രോട്ടീൻ ആയിട്ട് വരുന്ന സിഗ്നലിംഗിൽ നിങ്ങൾക്ക് ഓർക്കേണ്ടത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ PIP2ന്റെ ഫുൾ ഫോം പഠിച്ചോണം. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ DAGയും IP3യും എന്ന് പറയുന്ന സെക്കൻഡ് മെസ്സേജസ് ഉണ്ടാകുമെന്ന് പഠിച്ചോണം. അതിന്റെ ഫുൾ ഫോമും പഠിച്ചോണം, ക്ലിയർ ആയിട്ട് പഠിച്ചോണം. അതിന്റെ നമ്പർ സഹിതം നമ്മുടെ എക്സാമിന് ചോദിക്കും. DAG ആണോ IP3 ആണോ ഇവിടെ മെംബ്രൈൻ ബൗണ്ട് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചോണം. DAG ആണ് മെംബ്രൈൻ ബൗണ്ട്. IP3 എന്താണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കാൽഷ്യം ചാനൽസ് ആണ്, അത് നിങ്ങൾ പഠിച്ചോണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പോയിന്റുകളാണ് നമ്മുടെ ഫോസ്ഫോലിപ്പേസ് സി ബീറ്റയിൽ നിങ്ങൾക്ക് ഓർക്കേണ്ടത്. സുഹൃത്തുക്കളെ, ഫോസ്ഫോലിപ്പേസ് സി ബീറ്റയിലെ ഈ ജി പ്രോട്ടീൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? GQ ആണ് എന്നും കൂടി ഓർത്തോളുക. തൊട്ടു മുൻപ് നമ്മൾ പഠിച്ചത് GS ആയിരുന്നെങ്കിൽ ഇവിടെ ഫോസ്ഫോലിപ്പേസ് സി ബീറ്റയിൽ ഇത് GQ ആണ് എന്നും കൂടി നിങ്ങൾ ഓർത്തോളുക. ക്ലിയർ ആവുന്നുണ്ടോ ഫ്രണ്ട്സ്? ഓക്കെ ആണല്ലോ, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോ ഫോസ്ഫോലിപ്പേസ് സി ബീറ്റ ഇഫക്റ്റർ പ്രോട്ടീൻ ആയിട്ട് വരുന്ന GPCR സിഗ്നലിംഗിന്റെ പ്രധാനപ്പെട്ട എക്സാം പോയിന്റ് ആയിട്ടുള്ള ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. നിർബന്ധമായിട്ടും ഇതിന്റെ പേരുകൾ നിങ്ങൾ പഠിച്ചോണം. ഇത്രയും മാത്രം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഇത്രയും മാത്രമേ നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ഇതിന്റെ താഴോട്ടുള്ളതൊന്നും നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല നമ്മുടെ എക്സാമിന് വരുന്നത്. ഇവിടം വരെയുള്ള ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഇഫക്റ്റർ പ്രോട്ടീന്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഇഫക്റ്റർ പ്രോട്ടീനിലേക്ക് പോയാലോ? അടുത്ത ആളാണ് സൈക്ലിക് GMP ഫോസ്ഫോഡൈഎസ്റ്ററേസ്. സൈക്ലിക് GMP ഫോസ്ഫോഡൈഎസ്റ്ററേസ്. സുഹൃത്തുക്കളെ, മൂന്നാമത്തെ ഇഫക്റ്റർ പ്രോട്ടീൻ ആണ് സൈക്ലിക് GMP ഫോസ്ഫോഡൈഎസ്റ്ററേസ്. നമുക്ക് നോക്കിയാലോ എന്താണ് സൈക്ലിക് GMP ഫോസ്ഫോഡൈഎസ്റ്ററേസ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ലൈറ്റ് സിഗ്നൽസ്, നമ്മുടെ റെറ്റിനയിൽ ലൈറ്റ് സിഗ്നൽസ് എങ്ങനെയാണ് ഡിറ്റക്റ്റഡ് ആകുന്നത് അതിനെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന്റെ അകത്ത് നമ്മുടെ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു മേഖലയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളുക, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. റെറ്റിനയിലെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇവിടെ GPCR ഇരിപ്പുണ്ട് 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ലിഗാൻഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ലൈറ്റ് ആണ്. സുഹൃത്തുക്കളെ, നമ്മുടെ റെറ്റിനയിലുള്ള ഈ GPCR ആയിട്ടുള്ള റിസപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? റോഡോപ്സിൻ എന്ന് പറയുന്ന ആളാണ് അല്ലെ. റോഡോപ്സിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണല്ലോ. സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റോഡോപ്സിൻ പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് 2 ഭാഗങ്ങളാണുള്ളത്. അത് എപ്പോഴും നിങ്ങൾ പഠിച്ചു വെച്ചോണം, നമ്മുടെ എക്സാമിന് സ്ഥിരം വരുന്നൊരു ചോദ്യമാണ്. റോഡോപ്സിൻ എന്ന് പറയുന്ന ഈ പിഗ്മെന്റ്, റോഡോപ്സിൻ എന്ന് പറയുന്ന ഈ പിഗ്മെന്റിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് 11 സിസ് റെറ്റിനാലും 2 ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഓക്കെ, റോഡോപ്സിൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും GPCR സിഗ്നൽ തന്നെയാണ്. അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് 11 സിസ് റെറ്റിനാലും 2 ഓപ്സിനും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, 11 സിസ് റെറ്റിനാല് ഓപ്സിൻ എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന. ഓക്കെ, ലൈറ്റ് വന്ന് റിസപ്റ്ററിൽ വീഴുമ്പോൾ, ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്, ലൈറ്റ് വന്ന് റോഡോപ്സിനിൽ വീഴുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടുത്തെ ക്രോമോഫോർ എന്ന് പറയുന്നത് 11 സിസ് റെറ്റിനാലാണ്. ക്രോമോഫോർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിറ്റക്ടിങ് ആയിട്ടുള്ള സംഗതി. ഈ 11 സിസ് റെറ്റിനാൽ എന്ന് പറയുന്നത് രൂപം മാറി എന്തായിട്ട് മാറുന്നു? ഓൾ ട്രാൻസ് റെറ്റിനാൽ ആയിട്ട് മാറുന്നു.
സുഹൃത്തുക്കളെ ഈ കൺവേർഷൻ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾ പഠിച്ചോണം. നമ്മുടെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ് ഫ്രണ്ട്സ്, ഒരിക്കലും മറന്നു പോകരുത്. ലൈറ്റ് വന്ന് വീഴുന്ന മാത്രയിൽ 11 സിസ് റെറ്റിനാൽ രൂപം മാറി ഓൾ ട്രാൻസ് റെറ്റിനാൽ ആയിട്ട് മാറുന്നു. ഓൾ ട്രാൻസ് റെറ്റിനാൽ ആയിട്ട് മാറുന്നു. ഓക്കെ, 11 സിസ് റെറ്റിനാൽ രൂപം മാറി ഓൾ ട്രാൻസ് റെറ്റിനാൽ ആയിട്ട് മാറുന്നു. ഇത് നമ്മുടെ എക്സാമിന് ഒരു തവണ ചോദിച്ചതാണ്. ലൈറ്റ് റേസ് വരുമ്പോ ഇത് എന്തിന്റെ കൺവേർഷൻ ആണ്? ഓൾ ട്രാൻസ് ടു 11 സിസ് ആണോ, അതോ ഓൾ സിസ് ടു 11 ട്രാൻസ് ആണോ എന്നൊക്കെ പറഞ്ഞാണ് ഒരു തവണ ചോദിച്ചത്. 11 സിസ് റെറ്റിനാൽ എന്ന് പറയുന്ന നോർമൽ ആയിട്ടുള്ള ക്രോമോഫോർ ലൈറ്റിന്റെ പ്രസൻസിൽ ഓൾ ട്രാൻസ് റെറ്റിനാൽ ആയിട്ട് മാറുന്നു. പഠിച്ചു വെച്ചോണം, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും അപ്പോ ഇതാണ് അതിന്റെ ട്രിഗർ എന്ന് പറയുന്നത്. ഈ ഒരു കൺവേർഷൻ ആണ് ആ GPCRന്റെ ട്രിഗർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൽഫ സബ് യൂണിറ്റ് GTP എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ തന്നെ ആൽഫ സബ് യൂണിറ്റ് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നു. ബീറ്റ ഇവിടെ ഇരിപ്പുണ്ട്, ഗാമ ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ക്ലിയർ? ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ G പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോസ്ഫോഡൈഎസ്റ്ററൈസ് കാറ്റഗറിയിൽ പറയുമ്പോൾ ഈ G പ്രോട്ടീന്റെ പേരാണ് GT. സുഹൃത്തുക്കളെ GT എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഡ്യൂസിൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീനാണ്. ട്രാൻസ്ഡ്യൂസിൻ. സുഹൃത്തുക്കളെ അപ്പോ ലൈറ്റ് ഡിറ്റക്ഷന്റെ സമയത്തുള്ള GPCR സിഗ്നലിംഗിൽ ആ G പ്രോട്ടീന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ട്രാൻസ്ഡ്യൂസിൻ. വെരി ഇമ്പോർട്ടന്റ്. ലൈറ്റ് ഡിറ്റക്ഷൻ സമയത്ത് കണ്ണുകളിൽ ലൈറ്റ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ GPCR സിഗ്നലിംഗിലെ G പ്രോട്ടീന്റെ പേരെന്താണ്? ട്രാൻസ്ഡ്യൂസിൻ. അതുകൊണ്ടാണ് അതിനെ GT എന്ന് വിളിക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഡ്യൂസിൻ, അതിനെയാണ് GT എന്ന് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് G പ്രോട്ടീൻ സ്പ്ലിറ്റ് ചെയ്തു. അവന്റെ ഇഫക്റ്റർ പ്രോട്ടീൻ ഏതായിരിക്കും? സൈക്ലിക് GMP ഫോസ്ഫോഡൈഎസ്റ്ററൈസ് അല്ലേ സുഹൃത്തുക്കളെ? സൈക്ലിക് GMP. ഞാൻ ഫോസ്ഫോഡൈഎസ്റ്ററൈസിനെ PDE എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. PDE, ഫോസ്ഫോഡൈഎസ്റ്ററൈസ്, PDE. ഇതിന്റെ സ്പ്ലിറ്റിംഗിന്റെ എഫക്ട് സൈക്ലിക് GMPയുടെ ഫോസ്ഫോഡൈഎസ്റ്ററൈസിനാണ് വരുന്നത്. സുഹൃത്തുക്കളെ സൈക്ലിക് GMPയുടെ ഫോസ്ഫോഡൈഎസ്റ്ററൈസ് ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? സൈക്ലിക് GMPയെ രൂപം മാറ്റി, ഉണ്ടായിരുന്ന സൈക്ലിക് GMPയെ രൂപം മാറ്റി അല്ലെങ്കിൽ 5 GMP ആക്കി മാറ്റി. അതായത് സൈക്ലിക് GMPയെ രൂപം മാറ്റി 5 പ്രൈം എന്നോ അല്ലെങ്കിൽ 5 GMPയോ ആക്കി മാറ്റുന്നതിനെയാണ് നമ്മുടെ ഫോസ്ഫോഡൈഎസ്റ്ററൈസിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നിലവിൽ നമ്മുടെ സൈറ്റോസോളിൽ ഉണ്ടായിരുന്ന സൈക്ലിക് GMPയുടെ അളവ് കുറയുകയാണ്. നിലവിൽ നമ്മുടെ സൈറ്റോസോളിൽ ഉണ്ടായിരുന്ന സൈക്ലിക് GMPയുടെ അളവ് ഇവിടെ കുറയുകയാണ്. സുഹൃത്തുക്കളെ ഇങ്ങനെ കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഞാൻ ആ പ്ലാസ്മ മെമ്പറിനെ ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വരയ്ക്കുക. സുഹൃത്തുക്കളെ ഇവിടെ നമ്മുടെ സോഡിയം ചാനൽസ് എന്ന് പറയുന്ന കുറെ സംഗതികൾ നമ്മുടെ പ്ലാസ്മ മെമ്പറിലുണ്ട് അല്ലെ. സോഡിയം ചാനൽസ് ഓപ്പൺ ആയി കാണുന്നത് സൈക്ലിക് GMPയുടെ അളവ് കൂടുതലാകുമ്പോഴാണ്. അതായത് സൈക്ലിക് GMP ഇവിടെ വന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇതെപ്പോഴും ഓൺ പൊസിഷനിൽ കാണുന്നത്. ഇതിന്റെ ഫലമായിട്ട് ഒരുപാട് സോഡിയം അയോൺസ് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. ഇത് സാധാരണ ഡാർക്ക് സിറ്റുവേഷനിൽ നടക്കുന്ന സംഗതിയാണ്. ഡാർക്ക്നെസ്സിൽ സംഭവിക്കുന്ന ഒന്നാണ് ഡാർക്ക്നെസ്. അപ്പോഴാണ് ലൈറ്റ് വന്ന് ഇതിനെ ട്രിഗർ ചെയ്യുന്നത്. നമ്മുടെ ഇഫക്റ്റർ പ്രോട്ടീനായ ഫോസ്ഫോഡൈഎസ്റ്ററൈസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സൈക്ലിക് GMPയെ മാറ്റി അത് 5 GMP ആക്കി മാറ്റിയിരിക്കുക. അതായത് സൈക്ലിക് GMPയുടെ അളവ് എന്താണ്? കുറഞ്ഞു. സൈക്ലിക് GMPയുടെ അളവ് കുറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ സോഡിയം ചാനലിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് സൈക്ലിക് GMP ഇല്ല. തുറന്നിരിക്കുന്ന സോഡിയം ചാനൽ എന്ത് ചെയ്യുന്നു? ഇത് ക്ലോസ്ഡ് ആയിട്ട് മാറുന്നു. തുറന്നിരുന്ന സോഡിയം ചാനൽ എന്ന് പറയുന്നത് ദേ ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് മാറി. സോഡിയം ചാനൽസ് എന്ന് പറയുന്നത് ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് മാറി. കാരണം എന്താണ്? സൈക്ലിക് GMPയുടെ അളവ് കുറഞ്ഞു പോയി. അതിന്റെ ഫലമായിട്ട് എന്താണ്? സോഡിയത്തിന് ഇനി ഉള്ളിലോട്ട് കടക്കാൻ കഴിയുന്നില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് വരുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് ഡീപോളറൈസേഷൻ അല്ല, ഹൈപ്പർ പോളറൈസേഷൻ ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർത്തു വെച്ചോണം കേട്ടോ. സിഗ്നലിനെ ഉള്ളിലോട്ട് എടുക്കുമ്പോഴാണ് ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ഡാർക്ക്നെസ്സിൽ മര്യാദക്ക് ഡീപോളറൈസേഷൻ നടന്നുകൊണ്ടിരുന്നതാണ്. അതേസമയം ലൈറ്റ് വന്നപ്പോൾ സോഡിയം ചാനൽ ക്ലോസ് ആയി. അവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ സോഡിയത്തിന് കൂടുതൽ ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നില്ല. അതിന്റെ ഫലമായിട്ട് എന്താണ്? അകത്ത് വീണ്ടും നെഗറ്റീവിന്റെ ചാർജ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അതിനെയാണ് നമ്മൾ ഹൈപ്പർ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലൈറ്റ് സിഗ്നലിംഗ് എന്ന് പറയുന്നത് എന്തിനെ ഫേവർ ചെയ്യുന്നതാണ്? ഹൈപ്പർ പോളറൈസേഷനെ ഫേവർ ചെയ്യുന്നതാണ്. ഹൈപ്പർ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രണ്ട്സ്?
ഓൾറെഡി പോളറൈസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയെ കുറെ കൂടി പോളറൈസ്, അതേപോലെ തന്നെ വീണ്ടും അതിന്റെ അകത്ത് ഏത് ചാർജ് ആണോ ഉള്ളത് അത് തന്നെ അകത്ത് വീണ്ടും കൂട്ടി കൂട്ടി കൊണ്ടുവരിക. അതിനാണ് ഹൈപ്പർ പോളറൈസേഷൻ എന്ന് പറയുന്നത്. നോർമലി പോളറൈസ്ഡ് ആയിട്ടിരിക്കുന്ന ചാർജിനെ ചാനൽസ് ഓപ്പൺ ആക്കുന്നത് വഴി ആ ചാർജിനുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സോഡിയം എന്ന് പറയുന്ന ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരുന്നാൽ അകത്തെ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അത് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ് ആണ്. ലൈറ്റ് വരുന്ന മാത്രയിൽ എന്താണ്, സോഡിയം ചാനൽ അടയുകയാണ്, അവിടെ കൂടുതൽ സോഡിയം വരുന്നില്ല, ഉള്ളിലെ നെഗറ്റീവ് ചാർജ് സ്ട്രോങ് ആയി വരികയാണ്. ഇതിനെയാണ് നമ്മൾ ഹൈപ്പർ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമ്മൾ ലൈറ്റ് വരുന്ന സമയത്ത് ഇതാണ് സംഭവിക്കുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെയെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം? അതിനൊരു മെക്കാനിസം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ സോഡിയം ചാനലിന്റെ കൂട്ടത്തിൽ നോർമൽ കേസിൽ കുറച്ച് കാൽഷ്യം കൂടി സാധാരണ അകത്തോട്ട് കയറാറുണ്ട്. സോഡിയം ചാനൽസിൽ കൂടെ നോർമലി കാൽഷ്യം കൂടെ അകത്തോട്ട് കയറാറുണ്ട്. ഡാർക്ക്നെസ്സിലാണല്ലോ ഇത് തുറന്നിരിക്കുന്നത്, കാൽഷ്യം കൂടെ ഉള്ളിലോട്ട് കയറാറുണ്ട്. ലൈറ്റ് വരുന്ന മാത്രയിൽ സോഡിയം ചാനൽ അടയുമ്പോൾ ഈ കാൽഷ്യത്തിന് പിന്നെ സോഡിയം ചാനൽ വഴി ഉള്ളിലോട്ട് കയറാൻ പറ്റാത്ത കണ്ടീഷൻ വരും. അതിന്റെ ഫലമായിട്ട് എന്താണ് ചെയ്യുന്നത്, അകത്തുള്ള കാൽഷ്യത്തിന്റെ അളവ് ഡ്രോപ്പായി. കാരണം പുറത്തുനിന്ന് ഉള്ളിലോട്ട് കയറേണ്ടിരുന്ന കാൽഷ്യം ഇപ്പോ സോഡിയം ചാനൽ അടഞ്ഞത് വഴി നമ്മുടെ കാൽഷ്യത്തിന് ഇപ്പൊ ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നില്ല. സൈറ്റോസോളിലുള്ള കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു. സുഹൃത്തുക്കളെ, സൈറ്റോസോളിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഇവിടെ ആക്ടിവേറ്റഡ് ആകുന്ന ഒരാളാണ് ഗുവാനിലിൽ സൈക്ലേസ്. അതായത് പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന ഒരാൾ തന്നെയാണ് ഗുവാനിലിൽ സൈക്ലേസ്. നമ്മുടെ കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ എന്താണ്, ഗുവാനിലിൽ സൈക്ലേസ് ആക്ടിവേറ്റഡ് ആകുകയാണ്. ഗുവാനിലിൽ സൈക്ലേസ് എന്താണ് ചെയ്യുന്നത്, ഗുവാനിലിൽ സൈക്ലേസ് സൈക്ലിക് GMPയുടെ അളവ് കൂട്ടുന്നു. നേരത്തെ കുറഞ്ഞിരിക്കുന്ന സൈക്ലിക് GMPയുടെ അളവ് ആര് കൂട്ടുന്നു, ഗുവാനിലിൽ സൈക്ലേസ് കൂട്ടുന്നു. കാലക്രമേണ സൈക്ലിക് GMPയുടെ അളവ് കൂടുന്നു. സൈക്ലിക് GMPയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അടഞ്ഞു കിടക്കുന്ന സോഡിയം ചാനൽ തുറക്കുന്നു, വീണ്ടും സോഡിയവും കാൽഷ്യവും ഉള്ളിലോട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് ഇവർ ലൈറ്റ് സിഗ്നലിനെ കട്ട് ഓഫ് ചെയ്യുന്നത്. ഈ സിഗ്നൽ ട്രാൻസ്ഡക്ഷനെ ഇവർ കട്ട് ഓഫ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഫ്രണ്ട്സ്? അപ്പൊ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. ഫോസ്ഫോഡൈഎസ്റ്ററേസ് എന്ന് പറയുന്ന ഇഫക്റ്റർ പ്രോട്ടീന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ലൈറ്റ് വരുന്നു, ഇത് നമ്മുടെ GPCR ആക്ടിവേറ്റഡ് ആയി, G പ്രോട്ടീൻ സ്പ്ലിറ്റ് ആയി. ഇവിടുത്തെ കേസിൽ, ലൈറ്റിന്റെ കേസിൽ അവിടുത്തെ G പ്രോട്ടീന്റെ പേരാണ് ട്രാൻസ്ഡ്യൂസിൻ അല്ലെങ്കിൽ GT. സുഹൃത്തെ, ആ റോഡോപ്സിൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ റിസപ്റ്റർ. അതിന്റെ അകത്തെ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ക്രോമോഫോർ ആണ് 11 റെറ്റിനാൽ. അത് ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനുമായിട്ടാണ് ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്നത്. ലൈറ്റ് വരുന്ന മാത്രയിൽ തന്നെ 11 റെറ്റിനാല് ഓൾ ട്രാൻസ് റെറ്റിനാൽ ആയിട്ട് മാറും. സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോണം, നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇത് ഒരു തവണ വന്ന ചോദ്യവും കൂടിയാണ്. ഇതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുക, ഫോസ്ഫോഡൈഎസ്റ്ററേസ് ആക്ടിവേറ്റഡ് ആവുകയും സൈക്ലിക് GMP മാറ്റി 5 GMP ആക്കി മാറ്റുകയും ചെയ്യും. അതിന്റെ ഫലമായിട്ട് സൈക്ലിക് GMPയുടെ അളവ് കുറയുകയല്ലേ, തീർച്ചയായിട്ടും തുറന്നിരിക്കുന്ന സോഡിയം ചാനല് അടയുകയാണ്. ഇനി ഇതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻബോൺ മെക്കാനിസം കൂടി ഇതിന്റെ അകത്തുണ്ട്. സോഡിയം ചാനൽ അടയുമ്പോൾ അതിനർത്ഥം കാൽഷ്യം ഉള്ളിലോട്ട് കയറുന്നില്ല, കാൽഷ്യത്തിന്റെ അളവ് സൈറ്റോസോളിൽ കുറയുന്നു. ഇതിന്റെ ഫലമായിട്ട് ഗുവാനിലിൽ സൈക്ലേസ് എന്ന് പറയുന്ന ഒരു ആള് ആക്ടിവേറ്റഡ് ആവുകയാണ്. അവൻ കുറഞ്ഞു നിൽക്കുന്ന സൈക്ലിക് GMPയുടെ അളവ് കൂട്ടുകയാണ്. ഗുവാനിലിൽ സൈക്ലേസ്, ഗുവാനിലിൻ റെസിഡ്യൂസിന്റെ സൈക്ലിക് ആയിട്ടുള്ള ഫോമിന്റെ അളവ് കൂട്ടുന്നു. അതാണ് സൈക്ലിക് GMPയുടെ അളവ് ഗുവാനിലിൽ സൈക്ലേസ് കൂട്ടുന്നു. ഇത് കൂടുന്ന മാത്രയിൽ അടഞ്ഞു കിടക്കുന്ന സോഡിയം ചാനല് തുറക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് സോഡിയവും കാൽഷ്യവും കൂടി ഇതിന്റെ അകത്ത് ഉള്ളിലേക്ക് വരുന്നു. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ക്ലിയർ ആയോ ഫ്രണ്ട്സ്? വളരെ ബ്രീഫ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റുകളൊക്കെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിർബന്ധമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഇതിന്റെ അകത്തുനിന്ന് 1-2 ചോദ്യങ്ങൾ എന്തായാലും വരും. ഇനി നമ്മൾ കുറെ നേരമായി GPCRനെ കുറിച്ച് പറയുന്നു. എല്ലാം ഓൺ ആക്കുന്ന കാര്യമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഇവിടെ മാത്രമാണ് ഞാൻ ഓഫ് ആക്കുന്ന കാര്യം പറയുന്നത്, അല്ലെ? ഈ GPCR പൊതുവെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഓഫ് ആക്കുന്നത്? പല മെക്കാനിസം ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ GPCR സിഗ്നലിങ്ങിനെ ഓഫ് ആക്കുന്ന ഒന്നാമത്തെ ആളാണ് RGS പ്രോട്ടീൻ. GPCR സിഗ്നലിനെ ഓഫ് ആക്കുന്ന ഒന്നാമത്തെ പ്രോട്ടീൻ ആണ് RGS പ്രോട്ടീൻ. ഇതിനെ നമുക്ക് റെഗുലേറ്റർ ഓഫ് G പ്രോട്ടീൻ സിഗ്നലിംഗ് എന്ന് പറയാം. റെഗുലേറ്റർ ഓഫ് G പ്രോട്ടീൻ സിഗ്നലിംഗ്. സുഹൃത്തുക്കളെ, RGS പ്രോട്ടീൻ എന്താണ് ചെയ്യുന്നത്? അതായത് കണ്ടിന്യൂസ് ആയിട്ട് ആക്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് എങ്കിൽ RGS പ്രോട്ടീൻ നേരെ വന്ന് നമ്മുടെ G പ്രോട്ടീനെ അഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നേരെ വന്ന് നമ്മുടെ GPCRനെ അഫക്ട് ചെയ്യുന്നു. അത് RGS പ്രോട്ടീന് നേരെ വന്ന് നമ്മുടെ GPCRനെ അഫക്ട് ചെയ്യുകയും അവിടെ ഫോസ്ഫോറിലേഷൻ ഉണ്ടാക്കുകയും ചെയ്യും.
അവിടെ എന്താണ് കുറെ റെസിഡ്യൂസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ ഫലമായിട്ട് അടുത്ത വരുന്ന ഒരാളാണ് അറസ്റ്റിൻ. ഇതിന്റെ ഫലമായിട്ട് അടുത്ത വരുന്ന ഒരാളാണ് അറസ്റ്റിൻ. സുഹൃത്തുക്കളെ, അറസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറസ്റ്റിൻ എന്ന് പറയുന്നത് നേരെ നമ്മുടെ GPCRൽ വന്ന് ബൈൻഡ് ചെയ്യുകയും അവന്മാർ എന്ത് ചെയ്യുന്നു? കൂടുതൽ സിഗ്നലിങ്ങിനെ അവിടെ കട്ട് ഓഫ് ചെയ്യുകയും ചെയ്യും. അതാണ് അറസ്റ്റിൻ എന്ന് പറയുന്ന മോളിക്യൂൾ. ഈ റെഗുലേറ്റർ എന്ന് പറയുന്ന ഈ ആൾക്ക് ആക്ച്വലി ഈ GTPയെ കൺവേർട്ട് ചെയ്ത് GDP ആക്കാനുള്ള പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് G പ്രോട്ടീനിൽ ആൽഫ സബ് യൂണിറ്റുമായിട്ട് ബൗണ്ട് ആയിട്ടിരിക്കുന്ന GTP ഉണ്ടല്ലോ, ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടല്ലേ സിഗ്നൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ GTPയെ കൺവേർട്ട് ചെയ്ത് GDP ആക്കാനും ആർക്ക് പറ്റും? RGS പ്രോട്ടീനിന് പറ്റും. അപ്പൊ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഈ RGS പ്രോട്ടീൻ ഇത്തരത്തിലുള്ള ചില ഫങ്ഷൻസ് ഉള്ള ആളുകളാണ്. ഓക്കെ, ഇത് മാത്രമല്ല, നമ്മുടെ ആൽഫ സബ് യൂണിറ്റ് കുറച്ചു നേരം GTP ആയിട്ട് ഇരിക്കുമ്പോൾ ആൽഫ സബ് യൂണിറ്റ് മടുക്കും. ആൽഫ സബ് യൂണിറ്റ് ഇൻബോൺ ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. അത് നോർമലി ഇത്തരത്തിൽ GTP വന്ന് ബൈൻഡ് ചെയ്താൽ കുറച്ചു നേരം കഴിയുമ്പോൾ GTP ഹൈഡ്രോളൈസ് ചെയ്ത് GDP ആക്കി മാറ്റി സ്വയം സ്വിച്ച് ഓഫ് ചെയ്യുന്ന മെക്കാനിസവും ഉണ്ട്. അതിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ RGS പ്രോട്ടീൻ, റെഗുലേറ്റർ ഓഫ് G പ്രോട്ടീൻ സിഗ്നലിംഗ്. ഓക്കെ, G പ്രോട്ടീൻ എന്ന് പറയുന്ന മേഖലയിൽ വന്ന് അറസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ കൂടെ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഫുൾ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് ഓഫ് ആക്കിയിരിക്കുകയാണ്. അപ്പൊ അതിന് സിഗ്നൽ ഓഫ് ചെയ്യാൻ, GPCR സിഗ്നൽ ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് പേരാണ്. ഒന്ന് RGS പ്രോട്ടീൻ. RGS പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫോസ്ഫോറിലേഷൻ ഒക്കെ നടത്തുകയും ഇവിടെ GTPയെ മാറ്റി GDP ആക്കാൻ സഹായിക്കുകയും ചെയ്യും. രണ്ട് അറസ്റ്റിൻ ആണ്. അറസ്റ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ GPCR എന്ന് പറയുന്നതിൽ വന്ന് ബൈൻഡ് ചെയ്യുകയും അവിടെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലാത്ത രീതിയിൽ അവിടെ അറസ്റ്റ് ചെയ്യുകയും സിഗ്നലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് RGS പ്രോട്ടീനും അറസ്റ്റിനും എന്നൊക്കെ പറയുന്ന എക്സാമ്പിൾ. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. എങ്ങാനും നമ്മുടെ ഓപ്ഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾ എഴുതിക്കോണം കേട്ടോ. സുഹൃത്തുക്കളെ, GPCR എന്ന് പറയുന്ന ഒരു വലിയൊരു മേഖലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഉറപ്പാണ് ഇതിന്റെ അകത്തുനിന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു മേഖല ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കുക, വിശദമായിട്ട് പഠിക്കുക. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അറിഞ്ഞു വെച്ചോളുക. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ഏരിയ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഐപ്രബ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെറ്റിന്റെ കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർമൽ കോച്ചിങ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ പറയുന്ന നമ്പറിൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ടാകും, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നല്ല രീതിയിൽ നമ്മുടെ ഈ വരുന്ന സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.